ഗെയിമിന്റെ നിയമം എന്താണ് പ്രാഥമികമായിട്ട്? ഈ ഗെയിമിന്റെ നിയമം എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കുക എന്നതാണ്. അതിജീവനം തന്നെയാണ് ഇതിലെ വിഷയം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കണ്ടസ്റ്റന്റിനെ മാനസികമായി തളർത്തി പുറത്തു വിട്ടു എന്ന് പറഞ്ഞാൽ എന്തിന് തളരാൻ പോയി എന്നുള്ളതാണ് കാര്യം. ഇപ്പം ഞാനുള്ള സീസണിലൊക്കെ എന്റെ നേർക്ക് ആകാശം ഇടിഞ്ഞ് തലയിലോട്ട് വീഴുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. പിടിച്ചു നിൽക്കാതെ പുറത്തു പോയിട്ട് വെളിയിൽ വന്നിട്ട് എന്നിൽ സമ്മർദ്ദം ചെലുത്തി പുറത്തു വിട്ടാണ്. ആ സമ്മർദ്ദത്തിൽ ഞാൻ ഡിപ്രഷനിലായിപ്പോയി എന്ന് പറയുമ്പോൾ അയാളൊരു വിന്നിങ് മെറ്റീരിയൽ അല്ലല്ലോ. അപ്പോ കാര്യം അങ്ങനെയുള്ള തളർത്തലുകളിൽ എന്തുകൊണ്ട് തളർന്നു എന്നുള്ള തളരാതെ പിടിച്ചു നിൽക്കലാണ് ആ ഗെയിമിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അല്ലാതെ അതിനകത്ത് കായികപരമായിട്ടുള്ള സംഭവങ്ങളോ അങ്ങനെ ഒന്നും അല്ല അവിടെ വിലയിരുത്തപ്പെടുന്നത്. നിങ്ങൾ ഈ ഇത്തരം സംവിധാനങ്ങളെ എങ്ങനെ ഇപ്പൊ അഥവാ പർപ്പസ്ഫുള്ളി തളർത്താൻ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അവതാരകനായ ലാലേട്ടൻ വന്നിട്ട് എന്തോ ഒരു കണ്ടസ്റ്റന്റിനെ വഴക്ക് പറഞ്ഞു. അപ്പൊ അതില് ഭയങ്കര വിഷമമായിപ്പോയി, മാനസികമായിട്ട് തളർന്നു പോയെന്നാണ്. വഴക്കൊക്കെ ഞാൻ ഇഷ്ടം പോലെ കുട്ടക്കണക്കിന് വാരിക്കൊണ്ടു പോയിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ അതിനെ അപഗ്രഥിച്ച് അതിൽ നിന്ന് അപ്പൊ ഗെയിം ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കാണിക്കരുതോ ഇനി ഇങ്ങനെ കാണിക്കണോ എന്നൊക്കെ അവിടെ എല്ലാവർക്കും വഴക്ക് കിട്ടാറുണ്ടല്ലോ. പക്ഷെ ടാർഗറ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഈ വഴക്ക് കിട്ടുന്ന സമയത്ത് ഈ അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിൽ അതുണ്ട്. തന്നെ അഖിൽമാരാർ സ്വയം തന്നെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുകയായിരുന്നു, അത്തരത്തിൽ താഴ്ത്താൻ ശ്രമിച്ചു, അതാണ് ഈ വഴക്കൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനതിനെ ഇപ്പം കുറച്ചു മുമ്പേ ശോഭ പറഞ്ഞെന്ന് പറഞ്ഞാല് ശോഭ പറയുന്നത് അഖിൽമാരാറിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്, ശോഭയാണ് മാനസികമായിട്ട് അവർ തളർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ വഴക്ക് കേൾക്കുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ വഴക്ക് കേട്ടിട്ടുള്ളത് എന്റെ സീസണിൽ ഞാനാണ്. കാര്യം പിന്നെ എങ്ങനെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് വരുമായിരുന്നു. ഞാനത് വളരെ സിമ്പിളായിട്ട് എടുക്കുള്ളായിരുന്നു. വഴക്ക് പറയണമെന്നുള്ളത് അവരുടെ കാര്യം, എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ തീരുമാനം എന്നുള്ള. അതാ ഞാൻ പറഞ്ഞ ഗെയിമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നും ഇത് എന്നെ തളർത്താൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത് എന്ന്. പിന്നെ നമ്മളെ പ്രഷറിൽ ഇടാൻ പറ്റും. കാര്യം ആ ഗെയിമിന്റെ അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഈ പ്രോഗ്രാം. അപ്പൊ അതില് അവർക്ക് ആ ഗെയിമിനെ ആക്ച്വലി ആ ഗെയിമിന്റെ ഒഴുക്കിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഒഴുക്കിനെ എന്താ പറയുന്ന വേറെ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സുന്ദരമായിട്ട് അത് പൊളിച്ചു കളയാൻ പറ്റും. അതുപോലെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ അവർക്ക് തകർക്കാൻ കഴിയും. കാര്യം അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഗെയിം പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതിൽ, ടീം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ, ഒരാളെ വേണമെങ്കിൽ അവർക്ക് നല്ല നല്ല സാധനങ്ങൾ കൊടുത്ത് പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുവരാം. എന്റെ സീസണിൽ ഒരു കണ്ടസ്റ്റന്റിന് ഇഷ്ടം പോലെ പിന്നെ സമ്മാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കിട്ടുമായിരുന്നു. തുടരെ എല്ലാ പ്രാവശ്യവും മിക്കവാറും പ്രാവശ്യം പിന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് പുകഴ്ത്തലുകളും പിന്നെ ഭയങ്കര നമുക്ക് തന്നെ തോന്നും ഇത് ഭയങ്കര സപ്പോർട്ടാണല്ലോ അവർക്ക് കിട്ടുന്നത്, അപ്പൊ അവര് ചെയ്യുന്നതാണോ ശരി, ഞാനെന്തോ ഭയങ്കര തെറ്റുകാരനല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ ശരി ചെയ്യുന്നവർക്കാണല്ലോ എപ്പോഴും പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത്. അപ്പം വേറൊരു കണ്ടസ്റ്റന്റിനെ 1-2 കണ്ടസ്റ്റന്റ്സിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ എപ്പോഴും വഴക്കാണ്. പക്ഷെ നമുക്കങ്ങനെ തോന്നും. പക്ഷെ ആ തോന്നലുകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാന്നുള്ളതാണ് ആ ഗെയിം. അതിന്റെ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് തുടക്കത്തിൽ ഇനി അഥവാ അവരെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പോരാടി ജയിച്ച് വെളി വരിക എന്നുള്ളതാണ്. ഇത് നമ്മള് ഞാൻ പറഞ്ഞില്ല ജഡ്ജിങ് പാനൽ